ഇന്ത്യ വെടിവെച്ചിട്ട പാക് വിമാനം JF-70 എന്ന സൂചന. പുൽവാമയിലെ പമ്പോറിലാണ് ജെറ്റ് വിമാനം തകർന്നു വീണ നിലയിൽ കണ്ടെത്തിയത്. ഇത് പാകിസ്ഥാൻ ഫൈറ്റർ വിമാനമായ JF-70 തന്നെയാണെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇതുമായി ബന്ധപ്പെട്ട് മേഖലയിൽ സൈനിക ഉദ്യോഗസ്ഥർ പരിശോധന തുടരുകയാണ്. ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുകയുള്ളൂ. കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുലർച്ചെ 2 മണിയോടെ വീടുകളോട് ചേർന്നുണ്ടായ സ്കൂളിന്റെ ഭാഗത്താണ് വിമാനം തകർന്നു വീണത്. സമീപത്തുള്ള മസ്ജിദിന്റെ മുകളിൽ സ്പർശിച്ചുകൊണ്ടാണ് ഇത് നിലം പതിച്ചത്. നിലവിൽ പാകിസ്ഥാന്റെ കൈവശമുള്ള അത്യാധുനിക യുദ്ധവിമാനമാണിത്. പാകിസ്ഥാനും ചൈനയും സംയുക്തമായി നിർമ്മിച്ച മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റായ JF-70 ഏറ്റവും പ്രകടനശേഷി കൂടിയതെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്ന വിമാനം കൂടിയാണ്. ഇന്ത്യൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ പൂഞ്ചിലും രജൌരിയിലും നിയന്ത്രണ രേഖയിലും ഗ്രാമത്തിലും പാകിസ്ഥാൻ സൈന്യം ഷെല്ലാക്രമണം നടത്തി. പാകിസ്ഥാൻ പ്രദേശത്തു നിന്നുള്ള മുഷറാബാദ്, കൊഡ്ലി, ബാഹൽപൂരി, അഹമ്മദ് ഈസ്റ്റ് പ്രദേശം എന്നീ 3 സ്ഥലങ്ങളിലാണ് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയത്. അതേസമയം ഇന്ത്യൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ പൂഞ്ചിലും രജൌരിയിലും നിയന്ത്രണ രേഖയിലുള്ള ഗ്രാമങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം ഷെല്ലാക്രമണവും വെടിവെപ്പും നടത്തി. പാകിസ്ഥാൻ ആക്രമണത്തിൽ 3 പ്രദേശവാസികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.